ഹായ് വേഴ്സ്, വെൽക്കം ടു ജറ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ നല്ലൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഫ്രഷ് ഈത്തപ്പഴം കൊണ്ടുള്ളൊരു നല്ലൊരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ ഈത്തപ്പഴത്തിനോടൊപ്പം ചേർക്കാനായിട്ട് നമ്മൾ ആപ്പിളോ പേരക്കയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേരക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പേരക്ക ഫുള്ളായിട്ട് വേണമെന്നില്ല, നമുക്ക് ഹാഫ് എടുത്താലും മതി. ആ പേരക്ക അതിലേക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പേരക്ക ജ്യൂസ് ഭയങ്കര കട്ടിയായിട്ട് പോവും, തിക്കായിട്ടിരിക്കും. അപ്പം നമ്മളൊന്ന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് വെച്ച ജ്യൂസ് നമുക്ക് നീക്കി വെച്ചിട്ട് അതിലേക്ക് അതേ മിക്സിയിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞ് വെച്ചത് ഒരു 10 എണ്ണം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നന്നായിട്ട് കട്ടാക്കിയ പാലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാല് യൂസ് ചെയ്താലും മതി. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഈത്തപ്പഴം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. ഫ്രഷ് ഈത്തപ്പഴം ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് വെച്ച ആ പേരക്കയുടെ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടി കുറച്ച് നട്ട്സും ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ലൊരു ജ്യൂസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.